നമസ്കാരം. നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു പാർട്ടിയിലുള്ള ഒരു വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞത് മതമാണ് പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നം. എങ്കിൽ അദ്ദേഹത്തിനോട് ഞാൻ യോജിക്കുകയാണ്. കാര്യം ഇവിടെ മതം തന്നെയാണ് പ്രശ്നം, ആ മതത്തിന് അഡ്രസ്സ് ചെയ്യാതിരിക്കലാണ് പ്രശ്നം. ഈ കാണുന്ന പേപ്പർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതായത് ഞാൻ ആലങ്കോട് പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സമരം നടത്തി. അതിൻ്റെ അന്ന് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതായത് ഈ സമരം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊതുശ്മശാനം വിട്ടു തരണമെന്നും പറഞ്ഞിട്ടാണ്. അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള, വേറെ ആരെയും ഇപ്പോൾ അവിടെ കൊണ്ടുപോയി പണ്ടറങ്ങാൻ പോകണില്ല. ഹിന്ദുക്കൾ, അതായത് എന്നെ പോലെയുള്ള 1 സെന്റ് ഭൂമിയാ, ഒരു രൂപയുടെ അക്കൗണ്ട് ബാലൻസ് ഇല്ലാത്ത എന്നെ പോലെയുള്ള പൊട്ടന്മാരടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ പൊതുശ്മശാനം. അവിടെ വേസ്റ്റ് കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്നത് സഹിക്കാൻ പറ്റാണ്ട് 1 ഏക്കറോളം സ്ഥലം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. എവിടെ? ചങ്ങരംകുളം ഹൃദയഭാഗത്ത് 1 ഏക്കറോളം സ്ഥലം ഈ പൊതുശ്മശാനത്തിനുണ്ട്. ആ പൊതുശ്മശാനം കിട്ടിയത് എങ്ങനെ, വന്നത് എങ്ങനെ, ഈ വഴികളൊക്കെ നമുക്ക് പിന്നീട് വേറൊരു ഇതിൽ ചർച്ച ചെയ്യാം. കാര്യം ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോങ് നീണ്ടുപോകും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും വലിയ പൊട്ടന്മാരുള്ള കമ്മ്യൂണിറ്റി ഏതാണ്? ഏറ്റവും ചിന്തിക്കാൻ കഴിവില്ലാത്ത മനുഷ്യന്മാരുള്ള കമ്മ്യൂണിറ്റി ഏതാ? ഈ ഹിന്ദു മതമാണ്. അപ്പോൾ ആ ഹിന്ദു മതത്തിലുള്ള പ്രശ്നം ഉന്നയിച്ചതിന് വേണ്ടി തന്നെ എന്നെ മാറ്റി നിർത്തപ്പെട്ടിരിക്കണം. അതായത് എൻ്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ സംഘി കൂട്ടുകാരെൻ്റെ അടുത്തില്ല. ഇപ്പോൾ ഈ സംഘികൾ തന്നെ എന്നെ ഒഴിവാക്കി. അപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഒന്നാമത് കേരളത്തിലില്ലല്ലോ. വന്നാൽ തന്നെ ഇവർ ഈ RSSകാരും BJPക്കാരും കൂടി അവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കുകയില്ല. അപ്പം എന്തായാലും ആ സെക്രട്ടറി തന്ന മറുപടി നിങ്ങളൊന്ന് കേൾക്കട്ടെ. പ്രസ്തുത സ്ഥലത്ത് MCF പ്രവർത്തിക്കുകയാണെന്നും MCFന് പുതിയ സ്ഥലം കണ്ടെത്തുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കാമെന്നും താങ്കൾ അറിയിക്കുന്നു. അതായത് മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഞാനും അപ്പനും സുഭദ്രയാണ് അതിൻ്റെ ആൾക്കാർ. ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് എപ്പോൾ പൊതുശ്മശാനം തരണമെന്നുള്ളത്. അപ്പോൾ ഹിന്ദുവിൻ്റെ മെക്കെട്ട് കയറാം. ഇത് ഈ ഒരു ചങ്ങരംകുളത്ത് ഇവിടെ മാത്രമുള്ള പ്രശ്നമല്ല കേട്ടോ. ഒട്ടുമിക്ക ജില്ലകളിലും നിങ്ങൾ നോക്കിക്കോ, പൊതുശ്മശാനം അവന്മാരെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ആലങ്കോട് പഞ്ചായത്തിലുള്ള പല ക്ഷേത്രങ്ങളുടെ അവസ്ഥ. എത്ര ക്ഷേത്രങ്ങളുടെ സ്വത്ത് പല കമ്മ്യൂണിറ്റിയുടെയും കയ്യിലിരിക്കുന്നത്, ഹിന്ദുക്കളുടെ മാത്രം കയ്യിലല്ല കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കരുത്, പല മതസ്ഥരുടെയും കയ്യിലാണ്. അവർ അവിടെ വലിയ വലിയ ബിൽഡിങ് കെട്ടിയിട്ട് അവിടെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഞാൻ നിങ്ങളെ നേരിട്ട് കൊണ്ടേ കാണിച്ചു തരാം. അതിന് എതിരെ കേസും കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് വിധിയാവുക, അതുവരെ അവർക്ക് വാടക മേടിക്കാമല്ല. ഇനിയിപ്പോൾ കോടതി പറയണം അത് അങ്ങനെയൊന്നും അല്ല, അത് അവരുടെ സ്വത്താണെന്ന് അവർ കുറേ രേഖകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പോയാൽ അങ്ങനെ പോവുകയും ചെയ്ത്. അപ്പോൾ ഇതാണ് കേരളത്തിൽ ഹിന്ദുവിൻ്റെ അവസ്ഥ. പണ്ട് നമ്മുടെ വയലാർ എന്ന് പറയുമ്പോൾ ചേർത്തലയിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാര്യം ചേർത്തലയിൽ കുറേ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ വാണച്ചക്കന്മാരുണ്ട്. എൻ്റെ അനിയനെ തല്ലി എന്നെ കിട്ടാത്ത ദേഷ്യത്തിന്, അന്നും ഞാൻ RSSകാരനായിരുന്നു, പണ്ട് ഞാൻ RSSകാരനായിരുന്നു. ആ തല്ലിയ പിള്ളേരുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. പണ്ട് അർത്തുങ്ക പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അവിടെ ഒരു പ്രശ്നം നടന്നിരുന്നു. അതായത് നിൻ്റെയൊക്കെ തന്ത അവിടെ ഭയങ്കര കൊടി പിടിച്ച് നടന്നിരുന്ന സമയത്താണ് RSSകാരും അവിടുത്തെ ആൾക്കാരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായത്. അതായത് ഒരു ഹിന്ദുവിനെ ഈ ഒരു കൊട്ട മീൻ പൊക്കി കൊടുക്കുന്ന ഒരു വിഷയത്തിൽ വെട്ടി. ആ പ്രശ്നം തീർത്ത് എങ്ങനെയാണെന്നൊക്കെ നീ നിൻ്റെയൊക്കെ തന്തയുടെ അടുത്തൊന്ന് ചോദിച്ചു. കാര്യം എൻ്റെ അനിയനെ തല്ലിയത് ഞാൻ RSSകാരനാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. എനിക്ക് തിരിച്ച് നിങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. കാര്യം പോലീസുകാരടക്കം അന്ന് കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന്, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ കൂടെ ഇരുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നെങ്കിലും ഞാൻ ആ കടം വീട്ടിയിട്ട് ഞാൻ മരിക്കുള്ളൂ, മരിക്കുന്നതിന് മുമ്പ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ നടന്നിരുന്ന ഒരു RSSകാർ പോലും ഇന്ന് മതേതര മുഖം ചുമഞ്ഞിട്ട് ഹിന്ദുവിൻ്റെ കാര്യം അഡ്രസ്സ് ചെയ്യാനില്ല. BJPക്കാർ ആ വഴിക്കേ പറഞ്ഞില്ല. ഇപ്പം ഞാൻ ഒരു 3-4 ജിഹാദികൾക്ക് മറുപടി കൊടുത്തതിലൂടെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്കിലുണ്ടാവണായി. എൻ്റെ കൂടെ ഇന്നലെ വരെ നടന്നവന്മാരും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. BJP ഒഴിവാക്കി, ഹൈന്ദവ സംഘടനയെ ഒഴിവാക്കി എന്നുള്ള അവസ്ഥയാണ് എൻ്റെത്. അതിലൊന്നും എനിക്ക് വിഷയമില്ല. നാളെ പോവുകയാണെങ്കിലും ഈ ശ്മശാനത്തിൽ വെക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. കാര്യം എന്താ, പൊന്നാനി വരെ കൊണ്ടുപോകണമെങ്കിൽ ചിലവ് ഭയങ്കരമായിട്ടാവും. അതിപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആരും കൊടുക്കൂല എന്നറിയാം. കാര്യം ഒരു നേരം എങ്ങനെയുണ്ട് നീ ജീവിക്കേണ്ടെന്ന് പോലും നോക്കാനായിട്ട് എൻ്റെ ബന്ധുക്കളാ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ നാളെ ഞാൻ മരിച്ചാലും ചിലപ്പോൾ ഇവിടെ കിടന്ന് പുഴുത്തു പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു ആശങ്ക കൊണ്ട് ഈ ശ്മശാനം വീണ്ടെടുക്കണമെന്ന് ഇവിടുത്തെ പൊട്ടന്മാരായ ഹിന്ദുക്കൾ, കാര്യം ഏറ്റവും വലിയ പൊട്ടന്മാരുള്ള കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. മതേതരത്വം തകരുമല്ല എന്ന് ഓർത്തിട്ട് മാത്രം ജീർണിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൽ മാത്രമേ ഉള്ളൂ. അവരുടെ മതേതരത്വത്തിന് മാത്രമേ പ്രശ്നം. മറ്റുള്ളവർ മതമാണോ രാജ്യമാണോ വലുതെന്ന് വെച്ചാൽ മതമാണ് വലുതെന്ന് പറയും. ഇവന്മാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ പറയും അയ്യോ രാജ്യമാണ്, മതം ഒരിക്കലും അല്ല എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി. ഒരിക്കലും നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷേ
എനിക്ക് പറയാനുള്ളത് ഞാൻ ധീരതയോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഈ ഫേസ്ബുക്കിലൂടെയുള്ള ഈ മറ്റെന്താ പറയുക റോസ്റ്റിങ് ഞാൻ നിർത്തി. കാര്യം വേറെ ഒന്നുമല്ല, 20K ഫോളോവേഴ്സ് ഉണ്ടെന്നോർത്ത് ഞാൻ അഹങ്കരിച്ചിട്ടാണ് 3-3.5 ലക്ഷമുള്ള ഫോളോവേഴ്സുള്ള ഇവന്മാരൊക്കെ വെല്ലുവിളിക്കാൻ പോയത്. പക്ഷെ അവന്മാരൊക്കെ പണി അറിയാവുന്നവരാണ്. അവന്മാർ നൈസായിട്ട് ഉള്ളിൽ കൂടെ അവന്മാരുടെ ഫോളോവേഴ്സിനെ വെച്ചിട്ട് അങ്ങോട്ട് എന്നെ പൂട്ടാനുള്ള പണിയൊക്കെ നോക്കി. നമ്മളെ ആൾക്കാരെന്ത് പണിയത് മിണ്ടാണ്ടിരിക്കുകയും ചെയ്തേ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി നിർത്തി. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനിവിടെ ആലങ്കോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലങ്കോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഒരു സമരം നടത്തിയത്. ഈ എന്താ പറയുക ഈ ശ്മശാനം വിട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അന്ന് കൊടുത്ത പരാതിക്കാണ് എനിക്ക് ഇന്ന് മറുപടി കിട്ടിയിരിക്കുന്നത്. നടക്കൂല. ഞാനും അപ്പനും സുഭദ്രയാണ് അതിൻ്റെ ആൾക്കാർ. അതായത് മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം, ഒരു മതവിഭാഗം, അങ്ങനെ തന്നെ ഞാൻ പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മുസ്ലിം ലീഗിൽ പിന്നെ ഏത് മതവിഭാഗമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു മതവിഭാഗം അവർക്ക് നല്ല നിശ്ചയമുണ്ട്. ചങ്ങരംകുളത്തെ കുളം അതിൻ്റെ മുകളിൽ ഇപ്പോൾ ബിൽഡിങ്ങാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കൊണ്ടുവരണമെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ പൊട്ടന്മാരെ നിങ്ങളുടെ ശവവും എൻ്റെ ശവവും വീട്ടിൽ കിടന്ന് ജീർണിച്ച് പോവുള്ളൂ. അപ്പോൾ ഇനിയും എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.